മാഹി ചാലക്കരയിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. ചാലക്കര സെന്റ് തെരേസ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത വാണിയംകണ്ടെ കെ ഷീനയുടെ വീടാണ് കത്തി നശിച്ചത്. വീടിന്റെ താഴത്തെ നിലയിലെ റൂമിലാണ് തീ ആളി പടർന്നത്. വൻ അപകടമാണ് ഒഴിവായത്. അലമാര, TV, ഫാൻ, 4000 രൂപ തുടങ്ങിയവ കത്തി നശിച്ചിട്ടുണ്ട്. ചിത്രകാരിയായ ഷീന വരച്ച ഏതാനും പെയിന്റിങ്ങുകളും കത്തി ചാമ്പലായി. വീടിന്റെ മുകളിലത്തെ നിലയിലടക്കം കനത്ത പുകയിൽ ചുമരുകളാക്കി കരിപിടിച്ച് കിടക്കുകയാണ്. മുകളിലത്തെ നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഷീനയും മകനും പുലർച്ചെ കടുത്ത പുകയിൽ ശ്വാസം മുട്ടനുഭവപ്പെട്ടപ്പോൾ ഉറക്കമുണരുകയായിരുന്നു. പുകയിൽ മൂടപ്പെട്ട വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ താഴെയിറങ്ങിയപ്പോഴാണ് തീപിടിച്ച കാര്യം മനസ്സിലായത്. സന്ധ്യയ്ക്ക് മുറിയിലെ ഫോട്ടോയ്ക്ക് കീഴെ കത്തിച്ചു വെച്ച വിളക്ക് അണച്ചിരുന്നില്ല. വിളക്ക് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നാവാം തീ പിടിച്ചതെന്ന് അനുമാനിക്കുന്നു. ഇരുവരെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. മാഹി ഡെപ്യൂട്ടി തഹസിൽദാർ വളവിൽ മനോജ് വീട്ടിലെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. മാഹി ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ ഒരു 11 മണി വരെ ഞാനും മോനും താഴെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 4 മണി രാവിലെ എണീറ്റ സമയത്താണ് ഒരു ശ്വാസത്തിന് എന്തോ ഒരു തടസ്സം പോലെ തോന്നി. എന്നിട്ട് ഞാൻ മുകളിലൊന്ന് വാഷ് ചെയ്യുമ്പോൾ ഫുള്ള് ഒരു കറുത്ത ഒരു വെള്ളമാണ് വാഷ് ബേസിൽ ഉണ്ടായത്. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു അപായം ആയിട്ട് തോന്നിയത്. പിന്നെ ഞാൻ ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മോനും ഛർദ്ദിക്കാൻ വരുന്ന പോലെ തന്നെ അടുത്ത റൂമിലായിരുന്നു അവനുണ്ടായത്. പിന്നെ നോക്കുമ്പോൾ ഫുള്ള് കറുത്ത പുകയാണ് കാണുന്നത്. ഞാനും മോനും കൂട്ടി ഓടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോയി. അതിന് ശേഷമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അടുത്ത വീട്ടിലെ ഏട്ടനാ കസിനെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ അവര് വന്നിട്ടാണ് ഇത് എന്തെന്നാ സംഭവം നോക്കുന്നത്. അപ്പം ഒരു റൂമിൽ അങ്ങനെ കൂടുതൽ കറുത്ത പുകയായിട്ടുണ്ട്. വിളക്കൊന്ന് തട്ടി പറയാന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് ശരിക്കും അത് എന്തെന്നാന്ന് പെട്ടെന്ന് മനസ്സിലായിട്ട് ഗ്യാസ് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ ഇലക്ട്രിക്കിന്റെ എന്തെങ്കിലും തകരാറാണോ ഒന്നും മനസ്സിലായില്ല. അവര് അപ്പം തന്നെ അറിയിച്ചു. അവര് 5 മണിയാകുമ്പോൾ തന്നെ എത്തിന്. അവരാണ് എല്ലാം നോക്കി ഇതായിരിക്കും ഒരു അനുമാനത്തിലെത്തിയത്. അങ്ങനെയാണ്. ഇതുകൊണ്ടായിരിക്കും തീ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് പൈസ നഷ്ടപ്പെട്ട് കത്തിപ്പോയിട്ടുണ്ട്. പൈസ അടക്കം കത്തിയിട്ടുണ്ട്. പിന്നെ ഒരു അലമാര, അതിന്റെ ആ ഭാഗത്തുള്ള അലമാര, പിന്നെ സോഫന്റെ ഒരു സൈഡ്, പിന്നെ TV ഒന്നും വർക്കാവുന്നില്ല. കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വീട് മൊത്തമായിട്ട് കറുപ്പിലാണ് ഉള്ളത്. അപ്പൊ കുറച്ച് ജോലിക്കാരെ വെച്ചിട്ടാണ് ഇന്നലെ അതൊന്ന് ക്ലിയർ ആക്കി എടുത്തത്. എന്നാലും അതിന്റെ ഒരു താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടില്ല ഇന്ന്. പുക ശ്വാസത്തിന് ഒരു തടസ്സം പോലെ തോന്നി. പിന്നെ മോന്റെ റൂമിലാണ് കൂടുതൽ പുകന്റെ ഉള്ളത്. എന്തൊരു ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഇപ്പം വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ 2 നിലയിലെ വീട് ഫുള്ളായിട്ട് പുകയായിരുന്നു. പുകയില്ലാത്ത ഒരു സാധനവും ഇല്ല. അതായത് കറുത്തൊരു പൊടിയായിട്ടാണ് കാണുന്നത് മുഴുവനായിട്ട്. വന്നിട്ടുണ്ടായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർ വന്നിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ, അങ്ങനെ 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവര് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപേക്ഷ കൊടുക്കണം.